പിന്നെയും എന്നുള്ള സിനിമ ഇറങ്ങിയ ശേഷം ഒരുപാട് അഭിപ്രായങ്ങൾ വന്നു. എനിക്ക് തോന്നുന്നു ഒരു പെട്ടെന്നൊരു കുത്തൊഴുക്ക് പോലെ പല അഭിപ്രായങ്ങൾ. അതിൽ ചില വിമർശനങ്ങളും വന്നിട്ടുണ്ട്. സാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ചില സിനിമാ മേക്കേഴ്സ് തന്നെ ചില വിമർശനങ്ങൾ വന്നു. അടൂർ സാറിന്റെ മുൻ സിനിമകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ ക്ലാസ് നിലനിർത്താൻ കഴിയുന്നില്ല. പിന്നെ രണ്ടാമത്തെ ഒരു ആരോപണമായി വന്നത് ഈ നടന്മാരെ ഈ നടനെ ദിലീപ് എന്ന നടനെ വേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ല. രണ്ടാം പാതിയിൽ പിന്നെ കുറഞ്ഞുപോയി, അല്ലെങ്കിൽ രണ്ടാം പാതി പൂർണ്ണമായും ശൂന്യമായി പോയി. 3 അല്പം ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സംഭാഷണ രീതി അവർക്കുണ്ടായിരുന്നു. അതിനെപ്പറ്റി ആദ്യം പറയട്ടെ. പറ. ആർട്ടിഫിഷ്യൽ ഇത് മുമ്പേ ഉള്ളതാണ്. കാരണം കഥാപുരുഷൻ എന്ന് പറഞ്ഞ എൻ്റെ സിനിമ ചെയ്തപ്പോൾ ഒരു പത്രത്തിൽ, അത് ഇംഗ്ലീഷ് പത്രമാണ്, അതിൻ്റെ ലേഖകൻ എഴുതി ഇതിൽ ആളുകളെല്ലാം അച്ചടി ഭാഷയിൽ സംസാരിക്കുന്നു. കാരണമുണ്ട്, അയാൾ ചാത്തന്നൂക്കാരനാണ്. ചാത്തന്നൂക്കാർക്ക് ഈ സൗത്ത് ട്രാവൻകൂറിലെ ഭാഷയാണ് സംസാരിക്കുക. എന്തരെ എന്നൊക്കെ പറയുന്നുള്ള ഭാഷയാണ്. അവർക്ക് ഈ നല്ല ശുദ്ധമായ മലയാളം കേൾക്കുമ്പോൾ കൃത്രിമമായിട്ട് തോന്നും. അതാണ് ഈ പറകൾ സംഭവിച്ചിരിക്കുന്നത്. ഞാനിത് എൻ്റെ നാട്ടിലെ, ഞാൻ ജനിച്ചു വളർന്ന സ്ഥലത്തെ ഭാഷയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. മലബാറിലെ പിന്നെ എന്തുട്ടാ ആ ഭാഷയല്ല, ഇനി ഇല്ല എന്ന് പറയുന്നത് ആ ഭാഷ, അതൊക്കെ കല്യാശ്ശേരി ഭാഷ, അത് വേറെ. ഇവിടെ നമ്മുടെ നാട്ടിലെ, എൻ്റെ നാട്ടിലെ ഓണാട്ടുകര സംസാരിക്കുന്ന ഭാഷയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഓണാട്ടുകരക്കാരായിട്ടുള്ള കഥാപാത്രങ്ങളാണ്. ഇത് കേൾക്കുമ്പോൾ ഇവിടെ ഉള്ളവർക്ക് വിചാരിക്കുക ഇങ്ങനെ അച്ചടി ഭാഷയാണല്ലോ, കൃത്രിമാണല്ലോ എന്ന് തോന്നാം. അവരവരുടെ പരിമിതിയാണ് ഇത്തവണയുള്ള ഇതുപോലെയുള്ള നിരൂപണങ്ങൾക്ക് അടിസ്ഥാനം. അടുത്ത ആരോപണത്തിലേക്ക് പോട്ടെ. അടുത്ത ആരോപണം പറയട്ടെ. ദിലീപ് വളരെ ടാലന്റഡ് ആയിട്ടുള്ള നടനാണ്. അദ്ദേഹത്തിനെ ഉപയോഗപ്പെടുത്തി, പക്ഷേ പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്തിയില്ല എന്നെനിക്ക് അഭിപ്രായമില്ല. അല്ല, ഇതൊക്കെ ഓരോ വിമർശനം. അല്ല, അത് പിന്നെ ദിലീപിനെ കൊണ്ട്, ദിലീപ് നായകനാകുന്ന സിനിമയിൽ എല്ലാ ഫ്രെയിമിലും ദിലീപ് വരണമെന്നില്ല. എല്ലാ ഫ്രെയിമിലും വരാതെ തന്നെ ഈ സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രമാണ് ദിലീപ്. ദിലീപ് വേറൊരു ആൾ രൂപത്തിലും പിന്നെ ഭാവത്തിലൊക്കെ വരുമ്പോൾ പോലും ദിലീപിൻ്റെ വോയിസാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ പോലും ദിലീപ് നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പം ഈ ചിത്രത്തിന്റെ ലൊക്കേഷൻ ഗൾഫിലേക്ക് മാറിയെങ്കിൽ പോലും അവിടെയും ഈ പറഞ്ഞ പ്രകടമായ ഈ ദിലീപിന്റെ സാന്നിധ്യമില്ല. ഉണ്ട്, പ്രകടമായ സാന്നിധ്യം ഉണ്ട്. കാരണം ഞാൻ ഇപ്പോൾ ആളുകൾക്ക് ഇതിങ്ങനെ ഇതിനകത്ത് സിനിമയ്ക്കകത്ത് ഒരു സിനിമയുടെ ഭാഷ വളരെ പ്രാകൃതമായ രീതിയിലാണ് അവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും കാലം ഈ വാണിജ്യ സിനിമയിൽ തിമിർത്ത് കളിച്ചതിന്റെ ഈ ഹാങ് ഓവറിൽ നിന്നാണോ ഇങ്ങനെയുള്ള വിമർശനങ്ങൾ വരുന്നത്? അദ്ദേഹത്തിന്റെ കുറ്റമല്ല, ഈ ദിലീപിന്റെ കുറ്റമല്ല ഇത്. ഞാൻ ഉദ്ദേശിക്കുന്നതല്ല, വിമർശകരാണ്. അതെ, ഇതിനെപ്പറ്റിയുള്ള വളരെ തെറ്റായ ധാരണകൾ ആളുകളുടെ മനസ്സിലിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും കാലം അവർ ഭക്ഷിച്ച ഈ പറഞ്ഞ തീർച്ചയായിട്ടുമായ സിനിമകളാണ് ഈ സിനിമയുടെ. അതേസമയം നമ്മുടെ നാട്ടിൽ നല്ല സിനിമ കാണാനുള്ള അവസരങ്ങൾ ഒരുപാടുണ്ട് താനും. ഇപ്പോൾ ഫിലിം സൊസൈറ്റീസ് ഉണ്ട്, അവിടെ പടങ്ങൾ കാണാം. വലിയ മാസ്റ്റേഴ്സിൻ്റെ പടങ്ങളൊക്കെ DVD-ലൊക്കെ കിട്ടും, കാണണം താല്പര്യമുള്ളവർക്ക്. അങ്ങനെയുള്ള ഹോംവർക്ക് ഒന്നും ചെയ്യാത്ത ആളുകളാണ് പോയിരുന്ന് പത്രത്തിൽ എഴുതുന്നത്. കാണുമ്പോൾ നമുക്ക് സങ്കടമാണ് തോന്നുന്നത്. കാരണം നല്ല രീതിയിൽ ഒരു സിനിമയെ മനസ്സിലാക്കി എഴുതാൻ കഴിവില്ല അവർക്കെന്നുള്ളത് വളരെ കൃത്യമാണ് ഇത് വായിച്ചു കഴിഞ്ഞാൽ. സാർ ഉദ്ദേശിക്കുന്നത് മലയാളിക്ക് സാക്ഷരത ഉണ്ടെങ്കിലും ഒരു സാഹിത്യ സിനിമാ സാക്ഷരത മലയാളിയെ പറ്റി മൊത്തത്തിൽ പറഞ്ഞുകൂടാ. അല്ല, എങ്കിലും കുറഞ്ഞു വരികയാണ്. ക്ഷമിക്കണം പറയുന്നതിൽ നമ്മുടെ സിനിമയും കൊമേഴ്സ്യൽ സിനിമയും അതിനെക്കാട്ടി താഴെയുള്ള സീരിയലുകളും എല്ലാം കൂടെ ചേർന്നിട്ടാണ് ആളുകളുടെ ഒരു വാസനയെ വളരെ തെറ്റായ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. മലയാളിയുടെ ദൃശ്യ അവബോധം യഥാർത്ഥത്തിൽ ഓരോ വർഷം കഴിയുന്തോറും ഈ പറഞ്ഞ ഇതിന്റെ ഇൻവേഷന് പ്രകാരം ചോർന്നു വരുവാണ് എന്നാണ് നമുക്ക് കണ്ടാൽ തോന്നുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് സാറിന്റെ ഈ സിനിമയ്ക്കെതിരെയുള്ള വിമർശനങ്ങളെ സാറ് കാണുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ ശീലമില്ല. നല്ല സിനിമ കണ്ട് അതിൻ്റെ ഒരു സംസ്കാരം ഉൾക്കൊണ്ടിട്ടില്ല ആളുകൾ അധികം പേരും. പ്രത്യേകിച്ച് സിനിമയെ പറ്റി എഴുതുന്നവർക്ക് ഉത്തരവാദിത്തമുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും സിനിമ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടണമെന്നില്ല. ഇത് മേശയും കസേരയും പോലെ അല്ല. അവിടെ നിൽക്കുന്ന ആൾക്കും ഇവിടെ നിൽക്കുന്ന ആൾക്കും പുറത്ത് നിൽക്കുന്ന ആൾക്കും എല്ലാം കസേരയും മേശയൊക്കെ ഒന്ന് തന്നെയാണ്. പക്ഷേ ഒരു വർക്ക് ഓഫ് ആർട്ട്, ഒരു കലാസൃഷ്ടി എന്ന് പറയുന്നത് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. അവർ അനുഭവിക്കുന്ന രീതി. കാരണം ഈ സിനിമയിൽ തന്നെ മൊത്തം എല്ലാം ചെയ്ത് തീർത്തിരിക്കുകയല്ല. നമ്മുടെ മനസ്സിലാണ് ശരിക്കും പറഞ്ഞാൽ സിനിമ പ്രവർത്തിക്കുന്നത്. സിനിമയുടെ കഥയും അതിൻ്റെ ഇമ്പാക്റ്റും ഒക്കെ നമ്മുടെ മനസ്സിലേക്കാണ് വരുന്നത്. അല്ല സ്ക്രീനിൽ വന്നിട്ട് അവിടെ പറഞ്ഞു പോവുകയല്ല ചെയ്യുന്നത്. പക്ഷേ അത് കൊമേഴ്സ്യൽ സിനിമയിൽ ഈ പ്രശ്നമില്ല. മെസ്സയും കസേരയും എല്ലാം അതുപോലെ തന്നെയാണ്, എല്ലാവർക്കും ഒരുപോലെയാണ്. കാരണം എല്ലാവരും കണ്ട് ശീലിച്ചിട്ടുള്ള സംഗതികളൊക്കെയാണ്. അതിനപ്പുറത്തേക്ക് അടുത്ത ഷോട്ട് എന്താണെന്ന് പോലും വേണമെങ്കിൽ പറയാം. ആൾക്കറിയാം. തിയേറ്ററിൽ മുൻപെഞ്ചിലിരിക്കുന്നവനറിയാം അടുത്ത എന്താണ് ഡയലോഗ്.